CPIയുടെ പുതിയ ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്ന ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നു വന്നത്. ഇനി അതിൽ കാത്തിരിപ്പൊന്നുമില്ല. CPIയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ തുടരും. കേരളം അടക്കമുള്ള സംസ്ഥാന ഘടകങ്ങളുടെ എതിർപ്പൊക്കെ അവഗണിച്ചാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ശരത്ലാൽ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ശരത്ത്, അങ്ങനെ കേരളം അടക്കം പ്രായപരിധിയൊക്കെ ചൂണ്ടിക്കാട്ടി ഡി രാജ തുടരുന്നതിൽ എതിർപ്പും അതൃപ്തിയും ഒക്കെ പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ അതെല്ലാം മറികടന്നുകൊണ്ട് ഡി രാജ തുടരും അല്ലേ? ഡി രാജക്ക് വീണ്ടും ഒരു അവസരം കൂടി കൈവന്നിരിക്കുകയാണ്. കേരളം ദേശീയ രാഷ്ട്രീയത്തിലെ പ്രാധാന്യവും ദേശീയ രാഷ്ട്രീയത്തിൽ പരിചയമുള്ള മുഖവും എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഡി രാജക്ക് ഇപ്പോൾ വീണ്ടും പ്രായപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. എന്നാൽ CPI സംബന്ധിച്ചോളം ഡി രാജ ഇന്ത്യയിൽ CPIയുടെ മുഖമായി തന്നെ തുടരും എന്ന് തന്നെയാണ് ഇപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. അതിൽ തമിഴ്നാട്, കേരള ഘടകങ്ങൾ അടക്കം വളരെ ശക്തമായി എതിർത്തിട്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പിന്തുണയോടെ ഡി രാജ വീണ്ടും ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നു. ദേശീയ തലത്തിൽ CPIയുടെ നയപരിപാടികൾ മുഖമായി തന്നെ രാജ തുടരും. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ നിന്നുള്ള പഴയ CPM MP ആയിരുന്ന ആഞ്ചലോസിനെ ദേശീയ തലത്തിലേക്ക് ഉയർത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ദേശീയ കൗൺസിൽ അംഗമാക്കി മാറ്റിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇനി അദ്ദേഹത്തിനെ പ്രവർത്തന രംഗം ദേശീയ തലത്തിലും കൂടി വ്യാപിപ്പിക്കാനുള്ള നീക്കമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. സേതുലക്ഷ്മി, CPI ഒരു യുവ നേതൃത്വത്തിനോടൊപ്പം തന്നെ പരിചിതമായ നേതൃത്വത്തെയും കൂടെ നിർത്തുന്നു എന്ന് വേണം. CPM ആവട്ടെ, പ്രകാശ് കാരറ്റും ബൃന്ദ കാരറ്റും അടക്കമുള്ള പ്രമുഖ നേതാക്കളൊക്കെ പ്രായപരിധിയുടെ പേരിൽ സംഘടനയിൽ നിന്ന് സ്വയം മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പുതിയ ദേശീയ സാഹചര്യം കണക്കിലെടുത്ത് ഡി രാജയെ വീണ്ടും പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ട് പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി. അപ്പോൾ ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്. CPIയുടെ ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും.